മോഹൻലാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യനന്ദിക്കാട് ഒരുക്കുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രമാണ്. ഇതിലൊരു വ്യത്യസ്ത കഥാപാത്രമാണ് മോഹൻലാൽ ചെയ്യുന്നത് എന്ന് ഉറപ്പിക്കുന്ന ചില സംഭവങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ലൊക്കേഷനിൽ നിന്നും മോഹൻലാലിൻ്റെതായി ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് വലിയ രീതിയിൽ വൈറലാകുന്നു. ഒരു വ്യത്യസ്ത മോഹൻലാലിനെ നമുക്ക് ഈ ചിത്രത്തിൽ കാണാം. ആ ഒരു രീതിയിൽ മോഹൻലാലിനെ നമ്മൾ കാണുകയാണ്. ഒരു സാധാരണക്കാരൻ കഥാപാത്രമാണ് മോഹൻലാലിൽ നിന്നും പ്രേക്ഷകർ വലിയ രീതിയിൽ കാത്തിരിക്കുന്നതും സ്വീകരിക്കുന്നതും എന്ന് സത്യനന്ദിക്കാട് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമയിൽ മോഹൻലാലിന് ഒരു സാധാരണക്കാരൻ കഥാപാത്രമാണ്. എന്നാൽ സാധാരണയിൽ നിന്നും ഒരു വ്യത്യസ്ത രീതിയിലുള്ള കഥാപാത്രം നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. ലൊക്കേഷനിൽ വന്ന ഈ ചിത്രങ്ങൾ കാണുമ്പോൾ നമുക്ക് അത് തന്നെയാണ് തോന്നുന്നത്. ഒരു വ്യത്യസ്ത വൈബുള്ള മോഹൻലാൽ. കാരണം സത്യനന്ദിക്കാടിന്റെ മക്കളായ അഖിൽ സത്യനും അനൂപ് സത്യനും ഈ ചിത്രത്തിൽ ഒരു ഭാഗമാണ്. ഈ ജനറേഷനെ പറ്റിയ രീതിയിൽ കഥ പറയുന്ന ഒരു സിനിമയിലേക്ക് മോഹൻലാൽ കൂടി എത്തിയാൽ എങ്ങനെയായിരിക്കും? അങ്ങനെ ആകാൻ സാധ്യതയുണ്ട് ഈ ചിത്രമെന്ന് പറയാം. ഇതുപോലുള്ള മോഹൻലാലിനെ കാണാനാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് എമ്പുരാൻ കൂടി എത്തുകയാണ്. മറ്റൊരു വ്യത്യസ്തമായ മാസ് സിനിമ. വലിയ സിനിമകളും കുഞ്ഞു സിനിമകളും ഒക്കെ മോഹൻലാലിൻ്റെതായി നമ്മുടെ മുന്നിലേക്ക് വരുന്നു. എമ്പുരാനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം എമ്പുരാനുമായി ബന്ധപ്പെട്ട് ആ ചിത്രത്തിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ സുജിത് സുധാകരൻ പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധ നേടി. അപ്പോഴാണ് മോഹൻലാൽ ഈ ചിത്രങ്ങളിൽ ഉപയോഗിച്ച ചില കാര്യങ്ങളെക്കുറിച്ച് ഞെട്ടലോടെ പ്രേക്ഷകർ അറിയുന്നതും. പൃഥ്വിരാജ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ശ്രീജിത്ത് എൻ, ബിപിൻ മാളിയേക്കൽ എന്നിവരുടെ തിരക്കഥയിൽ 2022 പുറത്തിറങ്ങിയ സിനിമയാണ് ബ്രോഡാഡി. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാറാണ് ചിത്രം നിർമ്മിക്കുന്നത്. നമ്മളൊരു വ്യത്യസ്ത മോഹൻലാലിനെ ഈ ചിത്രത്തിൽ കണ്ടിരുന്നു. ഈ ചിത്രത്തിലും കോസ്റ്റ്യൂം ഡിസൈനറായി എത്തിയത് സുജിത് സുധാകരനായിരുന്നു. ഈ ചിത്രത്തിലെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ് എമ്പുരാന്റെ കാര്യങ്ങൾ പറയുന്നതിനിടയിൽ അദ്ദേഹം പറഞ്ഞത്. മോഹൻലാൽ, പൃഥ്വിരാജ് എന്നിവരെ കൂടാതെ ലാലു അലക്സ്, മീന, കല്യാണി പ്രിയദർശൻ, കനിഹ, ജഗദീഷ്, മല്ലിക സുകുമാരൻ, സൗബിൻ ഷാഹിർ, ഉണ്ണി മുകുന്ദൻ എന്നിവരാണ് ബ്രോഡാഡിയിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ചിത്രത്തിൽ ജോൺ കാറ്റാടി എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത്. ജോണിന്റെ മകൻ ഈശോ എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് ചെയ്തത്. ഇപ്പോൾ ചിത്രത്തിൽ മോഹൻലാൽ ഉപയോഗിക്കുന്ന വാച്ചിന്റെ പ്രത്യേകതയും വിലയും പറയുകയാണ് ചിത്രത്തിന്റെ കോസ്റ്റ്യൂം ഡിസൈനർ സുജിത് സുധാകരൻ. ഇത് കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. ഒരു അഭിമുഖത്തിലാണ് സുജിത് ഇക്കാര്യം വ്യക്തമാക്കിയത്. അതിനോടൊപ്പം തന്നെ എമ്പുരാൻ എന്ന സിനിമയിൽ ഉപയോഗിക്കുന്ന കൂളിംഗ് ഗ്ലാസിനെ പറ്റിയും സുജിത് പറയുന്നുണ്ട്. സിനിമകളിലാണ് വാച്ചുകളുടെയും ഗ്ലാസുകളുടെയും കോപ്പികൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്നതെന്നും ബ്രോഡാഡി എന്ന ചിത്രത്തിൽ മോഹൻലാലിന് വേണ്ടി റിച്ച് അഡ്മിൻ എന്ന വാച്ചിന്റെ കോപ്പി വാങ്ങിയപ്പോൾ അതിന്റെ ഒറിജിനൽ മോഹൻലാലിന്റെ കയ്യിലുണ്ടായിരുന്നു എന്നുമാണ് സുജിത് പറയുന്നത്. ചിത്രത്തിൽ ആ ഒറിജിനൽ വാച്ച് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്നും സുജിത് വ്യക്തമാക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ എമ്പുരാൻ എന്ന സിനിമയിൽ മോഹൻലാലിന് വേണ്ടി ഉപയോഗിക്കുന്ന കൂളിംഗ് ഗ്ലാസിന് ഏകദേശം 2 ലക്ഷം രൂപ വരെയുണ്ട്. അത് ആ സിനിമയുടെ ആവശ്യമാണെന്നും സുജിത് പറയുന്നു. സിനിമയിലാണ് ഏറ്റവും കൂടുതൽ കോപ്പി ഉപയോഗിക്കുന്നത്. ബ്രോഡാഡിയിൽ ഉപയോഗിക്കുന്ന റിച്ച് അഡ്മിൻ എന്ന വാച്ചിന് ഏകദേശം 2 കോടിയോളം രൂപ വരും. ഞാൻ അതിന്റെ ഫസ്റ്റ് കോപ്പി വാങ്ങി. എന്നാൽ ലാൽ സാറിന്റെ കയ്യിൽ ഒറിജിനൽ ഉണ്ട്. അതാണ് സിനിമയിൽ ഉപയോഗിച്ചത്. ഇത് കൊടുത്തപ്പോൾ ഒറിജിനൽ എന്റെ കയ്യിലുണ്ട്, അത് ഉപയോഗിക്കാമെന്ന് ലാൽ സാർ തന്നെ പറയുകയായിരുന്നു. എമ്പുരാനിൽ 2 ലക്ഷത്തോളം രൂപ വരുന്ന ഗ്ലാസ് വാങ്ങിയിട്ടുണ്ട്. അത് ആ സിനിമയ്ക്ക് ആവശ്യമായിരുന്നു. സുജിത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. കോസ്റ്റ്യൂമിൽ മോഹൻലാൽ ഉപയോഗിച്ച ഗംഭീര ചില കാര്യങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ബ്രോഡാഡിയിലും അത് ഗംഭീരമായി നമ്മൾ ആസ്വദിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. എമ്പുരാനിലെത്തുമ്പോൾ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നതും ഇതേ കാര്യങ്ങൾ തന്നെയാണ്.